ദിൽറുബാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട ബിരിയാണി കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. നമുക്ക് ബിരിയാണിയൊക്കെ തിന്നാനൊക്കെ തോന്നിയാൽ ചിക്കനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് മുന്തിരി, നമ്മുടെ കിസ്മിസ്, പിന്നെ 4 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് ഞാൻ അരക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുളക് അരച്ചത് 6 മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം തൈര്, കുറച്ച് വിനെഗർ, 3 സവാള, പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ മല്ലിപ്പൊടി, മുളക്
അപ്പോൾ അരി ഒന്ന് വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് ഊറ്റാൻ വെക്കാം. അപ്പോൾ അരി വെന്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയ്ക്ക് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആ മസാല ഈ മുട്ടൻ്റെ മുകളിലേക്ക് എടുത്താണ്ട് വെക്കണം. എന്നാലേ മുട്ടമ്മ ഒന്ന് മസാല പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാതും അങ്ങനെ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മാറ്റി വെച്ച ഉള്ളി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കുന്ന ഉള്ളിക്കൊരു മധുരം പോലെ ആവും. അപ്പോൾ നമ്മൾ ബിരിയാണിയിൽ അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി മുന്തിരിയൊക്കെ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോറ് ദമ്മിടാം. അപ്പോൾ ആദ്യം പാനിലേക്ക് ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മുടെ ചോറിൻ്റെ മുകളിൽ 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല കൂടി പോവരുത്, അപ്പോൾ ചോറിന് ഗരം മസാലേൻ്റെ ഒരു കുത്ത് വരും. അപ്പോൾ ഇനി നമ്മുടെ മുട്ട മസാലേൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട മസാല ചേർത്ത ശേഷം നമ്മുടെ മല്ലിച്ചപ്പും കുറച്ച് ക്യാരറ്റും കൂടെ മുകളിലിട്ട് കൊടുക്കുക. ഇനി മുകളിൽ അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക. ഇനി ബാക്കി നമ്മുടെ മുട്ട മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ക്യാരറ്റും മല്ലിച്ചപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കി ചോറ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ള് ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക.
ഇനി നമ്മുടെ ബാക്കിയുള്ള ക്യാരറ്റും മല്ലിച്ചപ്പും ഫുള്ള് മുകളിൽ വിതറി കൊടുക്കുക. ശേഷം നമ്മുടെ ഉള്ളിയും മുന്തിരിയും വറുത്തിട്ടത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷം നമ്മളൊരു 15 മിനിറ്റും കൂടെ അത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ അടുപ്പത്ത് വെക്കും. അപ്പോൾ ഈ മസാലയൊക്കെ ഫുള്ള് ചോറിലൊക്കെ പിടിച്ച് നല്ല ചിക്കൻ ബിരിയാണീൻ്റെ സ്മെല്ലാണ് വരിക. മുട്ട ബിരിയാണിയാണെന്നൊന്നും സ്മെല്ല് ചെയ്താൽ നമുക്ക് തോന്നൂല. അപ്പോൾ ഒരടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അടി കരിഞ്ഞ് പോവാതിരിക്കാൻ. അപ്പോൾ ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടുങ്ങാണ്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ചോറിലോട്ട് ഇറങ്ങി നല്ല ചോറിൻ്റെ മുകൾ ഭാഗമൊക്കെ മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ആ മസാല പിടിച്ചിട്ട് നല്ല ചിക്കൻ ബിരിയാണീൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ചോറ് വെന്തിട്ടുണ്ടോയെന്ന് നോക്കട്ടെ. അപ്പം ഇനി ചോറൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, മസാല എല്ലാ ഭാഗത്തുനിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കുറച്ച് ചോറ് വേറൊരു പ്ലേറ്റിക്ക് മാറ്റിയിട്ടാണ് ഇളക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇളക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ഫുള്ളായിട്ട് ചോറുള്ളതുകൊണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണിക്കൊക്കെ നമുക്ക് പൂതിയായാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഇതാ നല്ല മസാലയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ മുകളിൽ നമ്മുടെ മുട്ടയൊക്കെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ചിക്കൻ ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. താങ്ക്